എല്ലാവർക്കും ടെക്ലൈമത്തിലേക്ക് സോ നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്ന റിയൽമി 13 Pro പ്ലസ് മോട്ടോ എഡ്ജ് 50 Pro നമ്മൾ കമ്പാരിസൺ ആണ്. സോ റിയൽമി 13 Pro പ്ലസ് നമുക്ക് ലേറ്റസ്റ്റ് ആയിട്ട് ഇറങ്ങിയ ഒരു ഫോണാണ്. സോ ഒരു 30K പ്രൈസ് റേഞ്ചിലാണ് ഈ ഫോൺ വരുന്നത്. സോ മോട്ടോയുടെ ഡയറക്റ്റ് എന്താ പറയുക കോമ്പറ്റീഷൻ എന്ന് വേണമെങ്കിൽ പറയാം. ആ പ്രൈസ് റേഞ്ച് തന്നെയാണ് മോട്ടോ എഡ്ജ് 50 Proയും വരുന്നത്. സോ ഇതിൽ ഏതാ ബെറ്റർ നമുക്ക് നോക്കാം. ഫസ്റ്റ് ഓഫ് ഓൾ നമ്മൾ ഡിസൈനായിട്ട് നമ്മൾ നോക്കുകയാണെങ്കിൽ റിയൽമി 13 Pro പ്ലസ് 8.4 മില്ലിമീറ്ററാണ് തിക്നെസ് വരുന്നത്. 190 ഗ്രാം വെയിറ്റ് വരുന്നുണ്ട്. ഗ്ലാസ് അല്ലെങ്കിൽ വീഗൻ ലെതർ ബാക്ക് ആണ്. പ്ലാസ്റ്റിക് ഫ്രെയിം ആണ് വരുന്നത്. IP65 റേറ്റിംഗ്. അതേസമയം മോട്ടോയിലാണെങ്കിൽ 8.2 മില്ലിമീറ്റർ തിക്നെസ് വരുന്നുണ്ട്. 186 ഗ്രാം വെയിറ്റ്. പ്ലാസ്റ്റിക് അല്ലെങ്കിൽ വീഗൻ ലെതർ ബാക്ക് ആണ്. അലൂമിനിയം ഫ്രെയിം ആണ്. IP68 റേറ്റിംഗ്. ഡിസൈൻ വൈസ് നോക്കുകയാണെങ്കിൽ പേഴ്സണൽ പെർസ്പെക്റ്റീവ് ആണ്. അത് ഏത് ഡിസൈൻ വേണമെങ്കിലും പോകാൻ നമുക്ക് ഇഷ്ടമുള്ള പോലെ ചെയ്യാം. അതേസമയം ബിൽഡ് ക്വാളിറ്റി നിങ്ങൾ നോക്കുകയാണെങ്കിൽ ബെറ്റർ ആയിട്ട് വെക്കുന്നത് മോട്ടോ എഡ്ജ് 50 Pro ആണ്. IP68 റേറ്റിംഗും വരുന്നുണ്ട്. അലൂമിനിയം ഫ്രെയിം വരുന്നുണ്ട്. സോ ഇൻ ഹാൻഡ് ഫീൽ ബട്ട് പ്രീമിയം ഫീൽ നമുക്ക് മോട്ടോ എഡ്ജ് 50 Pro കിട്ടും. ഡിസ്പ്ലേസ് നമ്മൾ നോക്കുകയാണെങ്കിൽ റിയൽമി 13 Pro പ്ലസിൽ 6.7 ഇഞ്ചിൻ്റെ ഒരു ഫുൾ HD പ്ലസ് 120 ഹെർട്സിൻ്റെ 10-bit ആമോലെഡ് പാനലാണ് വരുന്നത്. 240 ഹെർട്സിൻ്റെ ടച്ച് സാമ്പിളിംഗ് റേറ്റ്, 2000 നിറ്റ്സ് പീക്ക് ബ്രൈറ്റ്നസ്, HDR10+ സപ്പോർട്ട് ഉണ്ട്. ഇൻ ഡിസ്പ്ലേ ഫിംഗർ പ്രിന്റ് സ്കാനർ, ഗോറില്ല ഗ്ലാസ് 7 ഐ പ്രൊട്ടക്ഷൻ. അതേസമയം മോട്ടോ എഡ്ജ് 50 Pro ആണെങ്കിൽ 6.7 ഇഞ്ചിൻ്റെ കർവ്ഡ് 1.5K 144 ഹെർട്സ് സപ്പോർട്ട് ചെയ്യുന്ന 10-bit POLED പാനലാണ് വരുന്നത്. 360 ഹെർട്സിൻ്റെ ടച്ച് സാമ്പിളിംഗ് റേറ്റ്, 2000 നിറ്റ്സ് ബ്രൈറ്റ്നസ്, HDR10+ സപ്പോർട്ട്, ഇൻ ഡിസ്പ്ലേ ഫിംഗർ പ്രിന്റ് സ്കാനർ, ഗ്ലാസ് പ്രൊട്ടക്ഷൻ കാര്യം പറഞ്ഞിട്ടില്ല. ഏതാണ് ഡിസ്പ്ലേ ഇത് സ്പെക്ക് കേൾക്കുമ്പോൾ തന്നെ അറിയാതെ ബെറ്റർ എടുക്കുന്നത് മോട്ടോ എഡ്ജ് 50 Pro ആണ്. അല്ലാണ്ട് സ്പെക്ക് നമ്മൾ നോക്കുവാണെങ്കിൽ 1.5K റെസൊല്യൂഷൻ ആണ്. 144 ഹെർട്സ് റിഫ്രഷ് റേറ്റ് വരുന്നുണ്ട്. 360 ഹെർട്സിൻ്റെ ടച്ച് സാമ്പിളിംഗ് വരുന്നുണ്ട്. സോ ബെറ്റർ ഡിസ്പ്ലേ വരുന്നത് നമ്മുടെ മോട്ടോ എഡ്ജ് 50 Proയിലാണ്. ഇനി നമ്മൾ ഓഡിയോയുടെ കാര്യം നമ്മൾ നോക്കുകയാണെങ്കിൽ 2 സ്മാർട്ട് ഫോൺസിലും ഡുവൽ സ്റ്റീരിയോ സ്പീക്കേഴ്സ് സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. റിയൽമി 13 Pro പ്ലസിൽ ഹൈ റെസൊല്യൂഷൻ ഓഡിയോ സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. ഹെഡ്ഫോൺ ജാക്ക് വരുന്നില്ല. മോട്ടോ എഡ്ജ് 50 Proയിലാണെങ്കിൽ ഡോൾബി അറ്റ്മോസ് സപ്പോർട്ട് വരുന്നുണ്ട്. നമുക്ക് ഹെഡ്ഫോൺ ജാക്ക് വരുന്നില്ല. സോ ഓവറോൾ ബെറ്റർ നമ്മൾ നോക്കുകയാണെങ്കിൽ മൾട്ടിമീഡിയ എക്സ്പീരിയൻസ് എന്തുകൊണ്ടും ബെറ്റർ ആയിട്ട് വെക്കുന്നത് നമുക്ക് മോട്ടോ എഡ്ജ് 50 Proയിലായിരിക്കും. പെർഫോമൻസ് നമ്മൾ നോക്കുകയാണെങ്കിൽ നമുക്ക് റിയൽമി 13 Pro പ്ലസിൽ നമുക്ക് കിട്ടുന്നത് സ്നാപ്ഡ്രാഗൺ 7S Gen 2 ആണ്. 4 നാനോമീറ്റർ പ്രോസറാണ്. സ്പെക്ക് ഇവിടെ കൊടുത്തിട്ടുണ്ട്. LPDDR4X RAM, UFS 3.1 സ്റ്റോറേജ് ആണ്. അതേസമയം മോട്ടോ എഡ്ജ് 50 Proയിലാണെങ്കിൽ സ്നാപ്ഡ്രാഗൺ 7 Gen 3 ആണ്. സ്പെക്ക് കൊടുത്തിട്ടുണ്ട്. LPDDR4X RAM, UFS 2.2 സ്റ്റോറേജ് ആണ് വരുന്നത്. രണ്ടിലും SD കാർഡ് സപ്പോർട്ടും കാര്യങ്ങളൊന്നും വരുന്നില്ല. ബെറ്റർ പെർഫോമൻസിൻ്റെ കാര്യം നമ്മൾ നോക്കുകയാണെങ്കിൽ മോട്ടോ എഡ്ജ് 50 Pro ആയിരിക്കും ബെറ്റർ. എനിക്ക് എന്തുകൊണ്ടാണ് റിയൽമി 13 Pro പ്ലസിൽ 7S Gen 2 കൊടുത്തതെന്ന് എനിക്കറിയില്ല. 30,000 ഫോണിൽ 7S Gen 2 ഒരിക്കലും നിങ്ങൾ പോയി എടുക്കരുത്, നഷ്ടമായിരിക്കും. അറ്റ്ലീസ്റ്റ് 7 Gen 3 കൊടുക്കുക, അല്ലെങ്കിൽ ഡയമൻസിറ്റി 8200 ആ റേഞ്ച് പ്രോസർ കൊടുക്കുക. ഇതെന്ന് പറഞ്ഞാൽ 22,000 23,000 പ്രൈസ് വരുന്ന ഫോണിൽ വെക്കേണ്ട ചിപ്സെറ്റാണ് റിയൽമി ഇതുകൊണ്ട് 30,000 വെച്ചേക്കുന്നത്. ആരും പോയി എടുക്കരുത്. നമുക്ക് ഇപ്പോൾ കുഴപ്പമുണ്ടാവില്ല. കുറച്ച് കഴിയുമ്പോൾ എന്താ പറയുക, നമ്മളൊരു ഫോൺ എടുക്കുമെന്ന് പറഞ്ഞാൽ 2, 3, 4 വർഷമൊക്കെ ഉപയോഗിക്കാൻ വേണ്ടി ഫോൺ മേടിക്കുന്നു. പിന്നെ 30,000 പ്രൈസ് മുടക്കുമ്പോൾ അത്രയെങ്കിലും നമ്മൾ ഉപയോഗിക്കണം. ആ പ്രൈസിന് ഈ ചിപ്സെറ്റ് കൊണ്ട് വെച്ച് കഴിഞ്ഞാൽ ഇനിയിപ്പോൾ എൻ്റെ രീതിയിൽ പറഞ്ഞാൽ നല്ല ഹെവിയാണ് വരാൻ പോകുന്ന ഗെയിംസുകളൊക്കെ. സോ ഇത് താങ്ങുമെന്ന് എനിക്ക് തോന്നുന്നില്ല. PUBG ഒക്കെ കുഴപ്പമുണ്ടാവില്ല 60 FPS, എന്നാലും കണ്ടിന്യൂസ് കിട്ടത്തില്ല. ഒരു കൺസിസ്റ്റൻറ്റ് എക്സ്പീരിയൻസ് നമുക്ക് എന്തായാലും 7S Gen 2 കിട്ടത്തില്ല. എന്തുകൊണ്ട് ബെറ്റർ 7 Gen 3 ആണ്. ആൻറ്റിറ്റ്യൂഡ് സ്കോർ നമ്മൾ നോക്കുകയാണെങ്കിൽ നമ്മുടെ സ്നാപ്ഡ്രാഗൺ 7S Gen 2 ടോട്ടൽ 6,84,311 CPU 2,16,603, GPU 1,21,007. അതേസമയം മോട്ടോ എഡ്ജ് 50 Proയിൽ ടോട്ടൽ 7,98,304, CPU 2,52,298, GPU 2,19,907. സോ പെർഫോമൻസ് എന്തുകൊണ്ടും ബെറ്റർ മോട്ടോ എഡ്ജ് 50 Proയിലായിരിക്കും. ഇനി OSൻ്റെ കാര്യം നമ്മൾ നോക്കുകയാണെങ്കിൽ റിയൽമി 13 Pro പ്ലസിൽ റിയൽമി UI 5.0 ആണ്. ആൻഡ്രോയിഡ് 14 ഔട്ട് ഓഫ് ദ ബോക്സ് വരുന്നുണ്ട്. 2 വർഷം ആൻഡ്രോയിഡ് അപ്ഡേറ്റിന് 3 വർഷം സെക്യൂരിറ്റി അപ്ഡേറ്റ് ആണ് വരുന്നത്. മോട്ടോ എഡ്ജ് 50 Proയിലാണെങ്കിൽ ഹലോ UI ആണ്. ആൻഡ്രോയിഡ് 14 3 വർഷം ആൻഡ്രോയിഡ് അപ്ഡേറ്റ്, 4 വർഷം സെക്യൂരിറ്റി അപ്ഡേറ്റ് ആണ് വരുന്നത്. സോ ഇവിടെയും ബെറ്റർ മോട്ടോ തന്നെയാണ്. കാരണം ഒന്ന് ക്ലീനർ UI ആണ്, ആഡ്സും കാര്യങ്ങളൊന്നുമില്ല, സ്റ്റോക്ക് ആൻഡ്രോയിഡ് പോലെ തന്നെയാണ്. പിന്നെ 3 വർഷം ആൻഡ്രോയിഡ് അപ്ഡേറ്റും 4 വർഷം സെക്യൂരിറ്റി അപ്ഡേറ്റും കിട്ടുന്നുണ്ട്. സോ ബെറ്റർ UIയും ലൈക്ക് സോഫ്റ്റ്വെയറും മോട്ടോ എഡ്ജ് 50 Pro തന്നെയാണ്. സോ നമ്മൾ നെക്സ്റ്റ് നോക്കുന്നത് പറഞ്ഞാൽ ക്യാമറയുടെ കാര്യമാണ്. സോ നമുക്ക് റിയൽമി 13 Pro പ്ലസിൽ നമുക്കൊരു ട്രിപ്പിൾ ക്യാമറ സെറ്റപ്പാണ് പുറകെ വരുന്നത്. പ്രൈമറി ഒരു 50 MP f1.88 ആപ്സ് വരുന്ന സോണി LTIA 701 സെൻസറാണ്. OIS സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. 4K 30 FPS ആണ് മാക്സിമം. അത് പിന്നെ സെക്കൻഡറി ക്യാമറ നമ്മൾ 50 MP തന്നെ f2.65 ആപ്സ് വരുന്ന സോണി LTIA 600 ആണ്. OIS സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. ടെലിഫോട്ടോ ആണ്. 3x ഒപ്റ്റിക്കൽ സൂം വരുന്നുണ്ട്. പിന്നെ നമുക്ക് ട്രിപ്പിൾ ക്യാമറ നമുക്ക് തേർഡ് ക്യാമറ വരുന്നത് 8 MP f2.2 ആപ്സ് വരുന്ന അൾട്രാ വൈഡ് ആണ്. സെൽഫി ക്യാമറ ആയിരുന്നു നമ്മൾ നോക്കുകയാണെങ്കിൽ 32 MP f2.5 ആപ്സ് വരുന്ന സെൽഫി ക്യാമറ, 4K 30 FPS. അതേസമയം മോട്ടോ എഡ്ജ് 50 Proയിലാണെങ്കിൽ ഒരു പ്രൈമറി ഒരു 50 MP f1.4 ആപ്സ് വരുന്ന OmniVision OV50E എന്ന് പറഞ്ഞൊരു സെൻസറാണ്. OIS സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. 4K 30 FPS ആണ്.
സെക്കൻഡറി നമുക്കൊരു 10 മെഗാ പിക്സലിൻ്റെ f2.0 ആപ്സ് വരുന്ന സാംസങ് SYK3K1 എന്ന് പറഞ്ഞൊരു സെൻസറാണ്. OIS സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. ടെലിഫോട്ടോയാണ്. 3x ഒപ്റ്റിക്കൽസും തന്നെയാണ് വരുന്നത്. പിന്നെ ഒരു 13 മെഗാ പിക്സൽ f2.2 ആപ്സ് വരുന്ന അൾട്രാ വൈഡ്. പിന്നെ 50 മെഗാ പിക്സൽ f1.9 ആപ്സ് വരുന്ന സാംസങ് JNS സെൻസറാണ് വരുന്നത്. സെൽഫി ക്യാമറ 4K 1080p. സോ നമ്മളിനി ഓവറോൾ ക്യാമറ സെറ്റപ്പ് എങ്ങനെയുണ്ടെന്ന് ചോദിച്ചാൽ നമുക്കിപ്പോൾ ടെലിഫോട്ടോ കാര്യം പറയുകയാണെങ്കിൽ ബെറ്റർ എന്തായാലും റിയൽമി ആയിരിക്കും. കാരണം 50 മെഗാ പിക്സൽ സെൻസർ വരുന്നതുകൊണ്ട് തന്നെ ബെറ്റർ ഡീറ്റെയിൽസ് നമുക്ക് ടെലിഫോട്ടോയിൽ നിന്ന് കിട്ടും. പിന്നെ അൾട്രാ വൈഡിൻ്റെ കാര്യം നമ്മൾ നോക്കുവാണെങ്കിൽ എന്തുകൊണ്ടും ബെറ്റർ നമുക്ക് മോട്ടോയിലായിരിക്കും. കാരണം ഹയർ റെസൊല്യൂഷൻ വരുന്നുണ്ട്. പിന്നെ സെൽഫി ക്യാമറയും ബെറ്റർ നമുക്ക് മോട്ടോ തന്നെ ആയിരിക്കും. പ്രൈമറി സെൻസറിൻ്റെ കാര്യം നമ്മൾ നോക്കുകയാണെങ്കിൽ ഓൾമോസ്റ്റ് സിമിലർ ആയിരിക്കും. പെർഫോമൻസ് ഒക്കെ ലിറ്റിയ സൈനോവാണ് അത്യാവശ്യം നല്ല സെൻസർ തന്നെയാണ്. ഒമ്നിവിഷൻ നല്ല സെൻസർ തന്നെയാണ്. പിന്നെ ലോ ലൈറ്റിൽ ഇച്ചിരി ബെറ്റർ ചിലപ്പോൾ നമുക്ക് ഒമ്നിവിഷൻ അല്ലെങ്കിൽ മോട്ടോയിൽ കിട്ടാൻ സാധ്യത കൂടുതലാണ്. കാരണം ഒന്ന് ആപ്പച്ചർ ഇച്ചിരി കൂടി വൈഡറാണ്. സോ ബെറ്റർ ലൈറ്റുള്ളിൽ കയറാനുള്ള സാധ്യത കൂടുതലാണ്. സോ ബെറ്റർ എനിക്ക് എൻ്റെ രീതിയിൽ പറഞ്ഞാൽ ഓവറോൾ ബെറ്റർ സെറ്റപ്പ് നമുക്ക് 30,000 രൂപയിൽ നമുക്ക് എല്ലാ ക്യാമറയും വരുന്നുണ്ട്. പ്രൈമറി, ടെലിഫോട്ടോ, അൾട്രാ വൈഡ് എല്ലാം ഹൈ റെസൊല്യൂഷൻ സെൻസർ തന്നെയാണ് വരുന്നത്. അങ്ങനെ വെച്ച് നോക്കുവാണെങ്കിൽ ഓവറോൾ ബെറ്റർ സെറ്റപ്പ് നമുക്ക് കിട്ടുന്നത് നമുക്ക് മോട്ടോ എഡ്ജ് 50 പ്രോയിലാണ്. നെക്സ്റ്റ് നമ്മൾ ബാറ്ററിയുടെ കാര്യം നമ്മൾ നോക്കുകയാണെങ്കിൽ റിയൽമി 13 Pro പ്ലസിൽ 5200 mAh ബാറ്ററിയാണ്. 80 വാട്ട്സിൻ്റെ ചാർജർ ബോക്സിൽ കിട്ടും. 0 to 100% 49 മിനിറ്റ് ഉണ്ടാവും. അതേസമയം മോട്ടോയിലാണെങ്കിൽ 4500 mAh ബാറ്ററിയാണ് വരുന്നത്. 68 വാട്ട് അല്ലെങ്കിൽ 125 വാട്ട് അങ്ങനെയാണ്. ഇവിടെ ഞാൻ എടുത്തേക്കുന്നത് 125 വാട്ടാണ്. 68 വാട്ട് നമുക്ക് കിട്ടുന്നത് ബേസ് വേരിയൻറ്റിലാണ്. ഇതിപ്പോൾ 125 ആണ് എടുത്തേക്കുന്നത്. 0 to 100% 18 മിനിറ്റ് ഉണ്ടാവും. സോ ഓവറോൾ ഒരു ബാലൻസ് കീപ്പ് ചെയ്തേക്കുന്നത് അല്ലെങ്കിൽ ഹയർ കപ്പാസിറ്റി ബാറ്ററി ഒരു അത്യാവശ്യം നല്ല ഫാസ്റ്റ് തന്നേക്കുന്നത് റിയൽമിയിലാണ്. കാരണം 80 വാട്ട്സിൻ്റെ ചാർജർ 5200 mAh ബാറ്ററി നല്ലൊരു കോമ്പിനേഷൻ തന്നെയാണ്. പിന്നെ ഇച്ചിരി ബെറ്റർ ബാറ്ററിയും നമുക്ക് ബാറ്ററി ലൈഫ് അല്ലെങ്കിൽ SOT സ്ക്രീൻ ഓൺ ടൈം ബെറ്റർ ആയിട്ട് എടുക്കുന്നത് റിയൽമി തന്നെയായിരിക്കും. കാരണം 7S Gen 2 7 Gen 3 അത്രയും പവർ ഹംഗ്രി പ്രോസർ അല്ല, ഇച്ചിരി എഫിഷ്യൻ്റ് ആയിട്ടുള്ള പ്രോസർ തന്നെയാണ്. പിന്നെ അത്രയും പെർഫോമൻസ് നമുക്ക് കിട്ടുന്നില്ല. അതുകൊണ്ട് തന്നെ ബെറ്റർ ബാറ്ററി ലൈഫ് എന്തായാലും നമുക്ക് റിയൽമിയിൽ കിട്ടും. നെക്സ്റ്റ് നമ്മൾ കണക്റ്റിവിറ്റി നമ്മൾ നോക്കുവാണെങ്കിൽ നമുക്ക് റിയൽമി 13 പ്ലസിൽ 9 5G ബാൻഡാണ്. Wi-Fi 6 വരുന്നുണ്ട്. ബ്ലൂടൂത്ത് 5.2 USB Type-C 2.0 ആണ് വരുന്നത്. അതേസമയം മോട്ടോയിലാണെങ്കിൽ 15 5G ബാൻഡ് വരുന്നുണ്ട്. Wi-Fi 6E ആണ് വരുന്നത്. ബ്ലൂടൂത്ത് 5.4 NFC വരുന്നുണ്ട്. USB Type-C 3.1 വിത്ത് ഡിസ്പ്ലേ പോർട്ട് 1.4 സപ്പോർട്ട് വരുന്നുണ്ട്. സോ അടിപൊളി സ്പെക്കാണ് കണക്റ്റിവിറ്റി കൊടുത്തേക്കുന്നത്. ഒന്ന് USB Type-C 3.1 ആണ്. ഡാറ്റ ട്രാൻസ്ഫർ ഒക്കെ വളരെ സ്പീഡ് കൂടുതലായിരിക്കും. പിന്നെ പ്രത്യേകിച്ച് ഇത് യൂസ്ഫുൾ ആകാൻ പോകുന്നത് പറഞ്ഞാൽ നമുക്കിപ്പോൾ കണ്ടന്റ് ക്രിയേറ്റേഴ്സ് ആണ് ഫോണിൽ നിന്ന് പെട്ടെന്ന് കമ്പ്യൂട്ടറിൽ ആക്കണം, കമ്പ്യൂട്ടറിൽ നിന്ന് പെട്ടെന്ന് ഫോണിൽ ആക്കണമൊക്കെ ഡാറ്റ ട്രാൻസ്ഫർ ഒക്കെ വളരെ സ്പീഡ് കൂടുതലായിരിക്കും. പിന്നെ ഇത് ഈ ഫോണിൽ നമുക്കൊരു കമ്പ്യൂട്ടർ പോലെ ഉപയോഗിക്കാം. നമുക്ക് ഡിസ്പ്ലേ ഔട്ടും സപ്പോർട്ട് കൊടുക്കുന്നുണ്ട്. നമ്മൾ നെക്സ്റ്റ് പ്രൈസിനെ നമ്മൾ നോക്കുകയാണെങ്കിൽ റിയൽമി 13 Pro പ്ലസ് 3 വേരിയൻ്റ് ആണ്. 8GB 256, 12GB 256, 12GB 512. ബേസ് വേരിയൻറ്റ് 30,000 രൂപ, 12GB 256 32,000 രൂപ, 12GB 512 34,000 രൂപ. അതേസമയം മോട്ടോ ആണെങ്കിൽ 2 വേരിയൻ്റ് ആണ്. 8GB 256 32,000, 12GB 256 36,000. ബേസ് വേരിയൻറ്റ് അല്ലെങ്കിൽ കമ്പയർ ചെയ്ത് നോക്കുവാണെങ്കിൽ സ്റ്റാർട്ടിംഗ് പ്രൈസ് ബെറ്റർ ആയിട്ടേക്കുന്ന റിയൽമിയിലാണ്. ഇച്ചിരി ചീപ്പറാണ്. പക്ഷേ മോട്ടോയുടെ കാര്യം നമ്മൾ നോക്കുവാണെങ്കിൽ 32,000 രൂപയാണ് സ്റ്റാർട്ടിംഗ് പ്രൈസ്. ആ പ്രൈസ് വർത്താണ്. എൻ്റെ രീതിയിൽ പറഞ്ഞ ബെറ്റർ ബിൽഡ്, ബെറ്റർ ഡിസ്പ്ലേ, ബെറ്റർ പെർഫോമൻസ്, ബെറ്റർ ഓവറോൾ മൾട്ടിമീഡിയ എക്സ്പീരിയൻസ്, ബെറ്റർ ക്യാമറ സെറ്റപ്പ്, ബെറ്റർ കണക്ടിവിറ്റി, പിന്നെ എന്താ നമുക്ക് വേണ്ട എല്ലാ ഫീച്ചേഴ്സും നമുക്ക് മോട്ടോയിൽ ബെറ്റർ ആയിട്ടാണ് നിൽക്കുന്നത്. 1-2 ഫീച്ചേഴ്സ് ഉണ്ട് റിയൽമിയിൽ. 3x ഒപ്റ്റിക്കൽ സൂം വരുന്ന 50 മെഗാ പിക്സൽ സെൻസറും പിന്നെ 5200 mAh ബാറ്ററി. അല്ലാണ്ട് നിങ്ങൾ നോക്കുവാണെങ്കിൽ കംപ്ലീറ്റ് ഒരു വൺ സൈഡഡ് കമ്പാരിസൺ ആണ് ശരിക്കും പറഞ്ഞത്. കാരണം ഫുൾ മോട്ടോയാണ് ഇതിൽ എന്താ പറയുക ബെറ്റർ ആയിട്ട് നിൽക്കുന്നത്. കാരണം എന്ന് പറഞ്ഞാൽ ഈ പ്രൈസ് റേഞ്ചിൽ ആരും 7S Gen 2 കൊണ്ട് കൊടുക്കാൻ പാടില്ല. എൻ്റെ രീതിയിൽ പറഞ്ഞാൽ ഈ 22,000 23,000 പ്രൈസ് വരുന്നൊരു ആ പ്രൈസിൽ വരുന്ന ഫോൺ വെക്കേണ്ട ചിപ്സെറ്റ് എടുത്ത് 30,000 രൂപ കൊണ്ട് വെച്ചേക്കുവാണ്. ഇതൊരു അപ്ഗ്രേഡ് ഒന്നും അല്ല എൻ്റെ രീതിയിൽ പറഞ്ഞാൽ. ഞാൻ പറയുകയാണെങ്കിൽ ഈ ഫോൺ എടുക്കരുത്. നേരെ പോയി മോട്ടോ എഡ്ജ് 50 Pro എടുക്കുവാണെങ്കിൽ നല്ലൊരു ഫോണായിട്ടാണ് എനിക്ക് തോന്നുന്നത്. എൻ്റെ ഫ്രണ്ടിൻ്റെ ഈ ഫോൺ ഇരിപ്പുണ്ട്. കാണാൻ അടിപൊളിയാണ്, നല്ല രസമാണ് കാണാൻ. ഇൻഹാൻഡ് ഫീലും അല്ല ക്യാമറയുടെ പ്രശ്നം ഞാൻ മോട്ടോ എഡ്ജ് 50 Pro കണ്ടേക്കെന്ന് പറഞ്ഞാൽ ലാഗാണ്. അപ്പം നമ്മൾ ഒരു ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ 1-2 സെക്കൻഡ് ഡിലേ ഉണ്ട് പ്രോസസ്സ് ചെയ്ത് വരാൻ. അല്ലാണ്ട് വെച്ച് നോക്കുവാണെങ്കിൽ കിട്ടിക്കൻ ഫോണാണ്. ക്യാമറയൊക്കെ അടിപൊളിയാണ്. സോ നിങ്ങളുടെ സജഷൻസും കാര്യങ്ങൾ താഴെ നിന്ന് കമൻറ്റ് ചെയ്യുക. നിങ്ങൾക്ക് ഈ 2 കമ്പാരിസണിൽ ഏതാണ് ഇഷ്ടപ്പെട്ടതെന്നൊക്കെ താഴെ നിന്ന് കമൻറ്റ് ചെയ്യുക. സോ ഗായ്സ്, ഇപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയുള്ളൂ. ഇന്നത്തെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, ഹിറ്റ് ദ ബെൽ ഐക്കൺ ഫീച്ചർ നോക്കി നെക്സ്റ്റ് വീഡിയോ കാണാം.